ഈ പബ്ലിക് സ്പീക്കിംഗ് പഠിപ്പിക്കുന്ന ഒരു സെഷൻ നമ്മൾ ഈ ഒരു വെക്കേഷൻ ടൈമിൽ പ്ലാൻ ചെയ്യാണ്. ഹായ്, നമസ്കാരം. ദീപക് ബീവി. ഈ വരുന്ന 2 മാസം, അതായത് ഏപ്രിൽ മാസം, മെയ് മാസം, എനിക്കും മക്കളുണ്ട്. നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് സ്കില്ലാണ് അവർക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത്. നിങ്ങളങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം ഈ വരുന്ന ഏപ്രിൽ മെയ് മാസത്തിൽ നമ്മൾ പ്രത്യേകിച്ചൊരു പ്ലാനും നമ്മൾ പാരൻസ് ചെയ്തിട്ടില്ലെങ്കിൽ ആസ് യൂഷ്വൽ നമ്മുടെ മക്കൾ എന്ത് ചെയ്യും? പണ്ടാണെങ്കിൽ നമ്മുടെ പ്രായത്തിൽ ക്രിക്കറ്റും ഫുട്ബോളും കളിക്കാൻ പോകും, അല്ലെങ്കിൽ നമ്മളെ കുടുംബക്കാരുടെ വീട്ടിൽ പോയിട്ട് അവിടെ വിരുന്നിന് പോകുമ്പോൾ അവിടെ നമ്മൾ ആർത്തുല്ലസിച്ച് കളിക്കും. പക്ഷേ ഇന്ന് പലപ്പോഴും കുട്ടികൾ നമ്മുടെ വീട്ടിലാണ്, പുറത്തേക്ക് വിടാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർക്ക് ആകെ ഒരു ഓപ്ഷൻ മൊബൈൽ ഫോൺ നോക്കിയിരിക്കുക, ലാപ്ടോപ്പ് നോക്കിയിരിക്കുക. അപ്പോഴും ചീത്ത പറയും ആ പാവങ്ങളെ. പിന്നെ അവരെന്ത് ചെയ്യും? അവർക്കൊരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണ്ടേ? അപ്പോൾ നമുക്ക് പറ്റുന്ന ഏറ്റവും നല്ല, ഞാനടക്കമുള്ള പേരൻസിന് ഹാപ്പി ആകുന്നൊരു കാര്യം തരട്ടെ. നമ്മുടെ മക്കളെ ഈ 2 മാസം അവരുടെ കുറച്ച് സമയം അവർ കളിച്ചോട്ടെ, ബാക്കി സമയമൊക്കെ പഠിക്കലല്ലത്, അവർക്കൊരു സ്കില്ല് പകർന്നു കൊടുത്താലോ നമ്മൾ. ആ സ്കില്ല് എന്താണെന്നറിയോ? ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആവശ്യമുള്ളൊരു സ്കില്ല്, പ്രായഭേദമന്യേ ഏതൊരു വ്യക്തിയും ആർജിച്ചെടുക്കേണ്ട ഒരു സ്കില്ല്, ദാറ്റ് ഈസ് പബ്ലിക് സ്പീക്കിംഗ്. കിഡ്സ് പബ്ലിക് സ്പീക്കിംഗ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ചെറുപ്പത്തിൽ കിഡ്സ് പബ്ലിക് സ്പീക്കിംഗ്, ചെറുപ്പത്തിൽ നമ്മളെ പബ്ലിക് സ്പീക്കിംഗ് ആരെങ്കിലും ഒന്ന് പഠിപ്പിച്ചിരുന്നെങ്കിൽ, അല്ലേ? നമ്മൾ ആ സിനിമയിൽ പറഞ്ഞ പോലെ ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ പോലെ തന്നെ, ഒന്ന് ഉറക്കെ വിളിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ പോലെ തന്നെ, ആരെങ്കിലും എന്നെ ഒന്ന് പബ്ലിക് സ്പീക്കിംഗ് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ രാമൻകുട്ടി എന്ന് പറഞ്ഞ പോലെ തന്നെ. ശരിക്കും നമ്മൾ ആ ചെറുപ്പത്തിൽ സ്കൂൾ പഠിപ്പിക്കുമ്പോൾ എത്ര സബ്ജക്റ്റ് നമ്മൾ പഠിച്ചു. സോഷ്യൽ സയൻസ് പഠിച്ചു, ഇംഗ്ലീഷ് പഠിച്ചു, മാത്സ് പഠിച്ചു, ഹിന്ദി പഠിച്ചു. ഇതൊക്കെ നല്ലതാണ്. പക്ഷെ ഒരു സിംഗിൾ സബ്ജക്റ്റ്, ആ നമ്മൾ ആഴ്ചയിൽ ഒരു ക്ലാസ്സെങ്കിലും നമുക്ക് പബ്ലിക് സ്പീക്കിംഗ് കിട്ടിയിരുന്നെങ്കിൽ ഈ പേടി വല്ലതും നമുക്ക് ഉണ്ടാവുമോ? അതുകൊണ്ടാണ് ഇപ്പോഴും നമുക്കറിയുന്ന നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങൾ, നമ്മുടെ പ്രൊഡക്റ്റ് ഓർ സർവീസ് മറ്റുള്ളവരുടെ മുന്നിൽ, ഒരു ഗ്രൂപ്പിന്റെ മുന്നിൽ പറഞ്ഞാൽ നമ്മൾ പേടിക്കുകയാണ്. ഇനി നമ്മുടെ മക്കൾക്ക് അത് ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലോകത്തിലെ ഏറ്റവും നല്ല ഒരു സ്കില്ലായിരിക്കും കുട്ടികളെ പബ്ലിക് സ്പീക്കിംഗ് നമ്മൾ പഠിപ്പിക്കുക എന്ന് പറഞ്ഞ ആ ഒരു തീരുമാനം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പബ്ലിക് സ്പീക്കിംഗ് പഠിപ്പിക്കുന്ന ഒരു സെഷൻ നമ്മൾ ഈ ഒരു വെക്കേഷൻ ടൈമിൽ പ്ലാൻ ചെയ്യാണ്. അപ്പൊ അതിന് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് എങ്ങനെയെന്ന് പറയുകയാണെങ്കിൽ, ഒരു ഓൺലൈൻ സെഷൻ. ഇത് ഫ്രീ പ്രോഗ്രാമാണ്. ഇത് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇത് സൂമിലായിരിക്കും നടത്തുക. ഞാൻ തന്നെയാണ് ആ സൂം മീറ്റിംഗ് നടത്തുന്നത്. നമ്മൾ ഇതുപോലെ ഇൻട്രാക്റ്റീവ് പാനൽ വെച്ചുകൊണ്ട് കുട്ടികളുമായിട്ട് സംസാരിക്കുന്ന, കുട്ടികൾക്ക് സ്കില്ല് പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രോഗ്രാമാണ്. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 1 അവർ, മാക്സിമം 1 to 1.5 അവർ. അപ്പം നിങ്ങൾ വിചാരിക്കും, 1 മണിക്കൂർ ഓൺലൈനിൽ എങ്ങനെയാണ് പബ്ലിക് സ്പീക്കിംഗ് പഠിക്കുക? ഞാനും പറയുന്നു അങ്ങനെ പഠിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, ആ 1 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ കുട്ടി ഒരു സ്കില്ല്, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു പോയിന്റ് അവൻ മനസ്സിലാക്കിയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്താൽ, നമ്മൾ ആലോചിച്ച് നോക്കി, ആ ഇംപ്ലിമെന്റ് ചെയ്ത സാധനം കൊണ്ട് അവൻ ഒരുപാട് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ഹാബിറ്റ് ആയിട്ട് അത് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ 1 മണിക്കൂർ കൊണ്ട് ഒരിക്കലും ഒരു കുട്ടിയെ പബ്ലിക് സ്പീക്കർ ആക്കാൻ എനിക്കും പറ്റില്ല, ലോകത്തിൽ ഒരാൾക്കും കഴിയില്ല. പക്ഷെ ഇതിന്റെ ഇമ്പോർട്ടൻസ്, ഇത് ഫ്യൂച്ചറിൽ ഈ സ്കില്ല് കിട്ടിക്കഴിഞ്ഞാലുള്ള ബെനിഫിറ്റുകൾ കുട്ടിയെ നമ്മൾ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനത്തെ ഒരു സെഷനാണ് നമ്മൾ ഒരുക്കുന്നത്, ഓൺലൈൻ ആയിട്ടുള്ളൊരു സെഷൻ. ഇത് കംപ്ലീറ്റ്ലി സൂമിലായിരിക്കും നടത്തുക. ഇതിന് ചാർജോ കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ പ്രോഗ്രാമാണ്. എൻ്റെ ഒരു റിക്വസ്റ്റ് എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഈ പ്രോഗ്രാം കുട്ടിയോടൊപ്പം നിങ്ങൾ വരണം, പേരൻസ് വരണം. എന്തിനാണ്? കുട്ടികൾക്ക് എഴുതാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇതിൻ്റെ വലിയൊരു പ്രാധാന്യം ഇപ്പം അറിയണമെന്നില്ല. നമുക്കറിയാലോ, ഇത് നമ്മുടെ വേദനയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളോട് പറയാണ്, മോനെ നീ അറ്റൻഡ് ചെയ്യണം, അവൻ്റെ കൂടെ നിങ്ങളും കൂടെ കയറണം. എന്നിട്ട് ഇതിൻ്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പാണ് ആ 1 മണിക്കൂർ നിങ്ങൾക്ക് 100% വേർത്തായിരിക്കും. എന്നിൽ കോൺഫിഡൻസ് ഉണ്ട്. കഴിഞ്ഞ 2007 മുതൽ ഒരുപാട് സ്റ്റേജുകളിൽ സംസാരിക്കാനുള്ള ഭാഗ്യം എൻ്റെ ബിസിനസ്സിലൂടെ ആയിക്കോട്ടെ, എൻ്റെ മേഖലയിലൂടെ എനിക്കുണ്ടായിട്ടുണ്ട്.
ഒരുപാട് വ്യക്തികളെ നേരിട്ട് പരിചയപ്പെടാനുള്ളൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് സ്റ്റേജ് ആക്ടിവിറ്റികളിലൂടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്നത് ഒരു കോളേജിൽ പോയി പഠിച്ച് പബ്ലിക് സ്പീക്കിംഗ് പഠിച്ച് ഒരു സർട്ടിഫിക്കേഷൻ എടുത്ത സംഭവത്തിലല്ല ഞാൻ നിങ്ങളെ മക്കളിലേക്ക് എത്തിക്കുന്നത്. എൻ്റെ 2007 മുതൽ കഴിഞ്ഞ 14-15 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കും ഞാൻ നിങ്ങളെ മക്കൾക്ക് അവിടെ പകർന്നു തരുന്നുണ്ടാവുക. ആ ഓരോ സ്റ്റേജുകളിലും നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്ന സ്റ്റെപ്പുകൾ, ഓരോ സ്റ്റേജുകളിലും നമുക്ക് മിസ്സിങ് ആയിട്ടുള്ള അതല്ലെങ്കിൽ പ്രശ്നം സംഭവിച്ചിട്ടുണ്ടാവും. നമുക്ക് ഓരോ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുമല്ലോ സ്റ്റേജിലൊക്കെ. ഇതൊക്കെ നിങ്ങൾക്കൊരു ക്ലാസ്സിലൂടെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. സോ തീർച്ചയായിട്ടും ഈ 1 മണിക്കൂർ 1.5 മണിക്കൂർ ബേസിക് സ്റ്റെപ്പുകളായിരിക്കും നമ്മൾ പറഞ്ഞു തരാം. ഇതിനുശേഷം നിങ്ങൾ ഡിസിഷൻ എടുക്കുകയാണ്, യെസ് ഇത് ഓക്കെയാണ് എൻ്റെ കുട്ടിക്ക്. എനിക്ക് ഉറപ്പാണ് ആ പ്രോഗ്രാമിൽ വന്ന ഭൂരിഭാഗം പേരും ഇത് മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുക. അപ്പോൾ അങ്ങനെ തീരുമാനിക്കുന്ന വ്യക്തികൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഫ്രീ പ്രോഗ്രാമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡിസിഷൻ എടുക്കാനുള്ള അവസരം കൊടുക്കും. നിങ്ങൾക്കും പങ്കെടുക്കാം. എന്താണ് ആ ഡിസിഷൻ എന്നറിയോ? നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ ഓഫ്ലൈൻ ആയിക്കൊണ്ടും ഓൺലൈൻ ആയിക്കൊണ്ടും ഒരു 12 മുതൽ 15 മണിക്കൂറുള്ള പല പല സെഷൻസ് ആയിട്ടുള്ള ഒരു ബാച്ചും നമ്മൾ ആരംഭിക്കുന്നുണ്ട്. ആദ്യമേ നമുക്ക് എന്ത് ചെയ്യാം, സൂചിപ്പിക്കുകയാണ്, ഇതിൻ്റെ ആ ഒരു പ്രോസസ്സാണ് നിങ്ങൾ അറിയിക്കുന്നത്. അത് നിങ്ങൾ എപ്പോഴേ തീരുമാനിക്കാൻ പാടുള്ളൂ, ഈ ക്ലാസ് കൊണ്ട്, ഈ ഫ്രീ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണെന്ന് തോന്നിയെങ്കിൽ മാത്രം. ഈ ഫ്രീ ക്ലാസ് നിങ്ങളുടെ കുട്ടിക്ക് അത് യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണം. അങ്ങനെ ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും വരാൻ പോകുന്ന ഏപ്രിൽ മെയ് മാസത്തെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആ ബാച്ച് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ, സ്റ്റേജുകളിൽ ഉണ്ടായ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നാളെ നമ്മുടെ കുട്ടിക്ക് ഒരു ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്തിനാണ് ബ്രിഡ്ജ് എന്നല്ലേ, നമ്മൾ ഏത് മേഖലയിലും എത്തിക്കോട്ടെ, അവൻ കെമിസ്ട്രി പഠിച്ചോട്ടെ, എഞ്ചിനീയറിംഗ് പഠിച്ചോട്ടെ, അവൻ വലിയ എഞ്ചിനീയേഴ്സോ വലിയ ഡോക്ടേഴ്സോ ആയിക്കോട്ടെ, അതിൻ്റെ കൂടെ അവൻ ഈ സ്കില്ല് കൂടെ വന്നാൽ അവൻ ഈ ഇട്ടാവട്ടത്ത് കിടന്ന് കറങ്ങേണ്ട ആളല്ല. ലോകം മുഴുവൻ അവൻ്റെ സ്കില്ലിലൂടെ അവൻ അറിയപ്പെടും. അതിന് നമുക്ക് ഇന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ല ഒരു ഗിഫ്റ്റ് ആയിരിക്കും കുട്ടികൾക്ക് കിഡ്സ് പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെ ഏവരെയും ഏപ്രിൽ മാസം 3-ാം തീയതി ഓൺലൈനിൽ സൂമിൽ വെച്ച് നടക്കുന്ന ഫ്രീ നമ്മുടെ പ്രോഗ്രാമിലേക്ക്, കിഡ്സ് പബ്ലിക് സ്പീക്കിംഗ് പ്രോഗ്രാമിലേക്ക്, ഇതൊരിക്കലും ഒരു ഡെമോ അല്ല, ഇതൊരു ട്രെയിനിങ് സെഷൻ തന്നെയാണ്. 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിനിങ് സെഷനാണ്. തീർച്ചയായിട്ടും ഉണ്ടാവണം, അവസരം നഷ്ടപ്പെടുത്തരുത്. സോ 3-ാം തീയതി നിങ്ങളെ ഏവരെയും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. സൈനിങ് ഓഫ്, ദീപക് ബി.